സ്മൃതി കെ കെ രമ, ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞാനൊന്ന് താടി ശരിയാക്കാൻ നമ്മുടെ കലൂരുള്ള ഒരു ബാർബർ ഷോപ്പിൽ പോകുന്നു. അവിടെ ഒരാളെ കാണുന്നു, അയാളൊന്ന് പരിചയപ്പെടുന്നു, ഒഞ്ചിയത്തുകാരനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. ടി പി ചന്ദ്രശേഖരൻ കുറിച്ച് പറയുന്നു. ടി പിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കണ്ണുനീർ തിളക്കമേനാണ്. പോട്ടെ, അത് ഒഞ്ചിയത്തിൻ്റെ വൈകാരികത. ഇന്നത്തെ കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തയാണ്. കോടതി നല്ല വിധിയാണെന്ന് പറയുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരന് 100% നീതി കൊടുത്തൊരു വിധിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്ന് കരുതുന്നുണ്ടോ രമ? ഹൈക്കോടതി വിധി ആശ്വാസകരമാണ്, സന്തോഷം തരുന്നതുമാണ്. ഇതൊരു ഞങ്ങളുടെ കേസ് അപ്പീൽ പോയ സമയത്ത് അതിൻ്റെ ഒരു വിശദമായ വാദങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേട്ടത്. അത് ഏകദേശം 5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വാദമായിരുന്നു. ഒരുപക്ഷെ ഇത്രയും നീണ്ട വാദങ്ങൾ ഈ കോടതിയിൽ മുമ്പേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ്മാരൊക്കെ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ, മറുവാദങ്ങൾ എല്ലാം സവിസ്തരം കേൾക്കാൻ കോടതി തയ്യാറായി. വളരെ നന്നായി ഈ കേസ് അനലൈസ് ചെയ്തു. അങ്ങനെ അവസാനം ഈ ഏറ്റവും നല്ല ഒരു വിധിയിലേക്ക് എത്താനും കൂടി സാധിച്ചു എന്നതാണ്. ഇത് പ്രോസിക്യൂഷൻ്റെയും കൂടി ഒരു വിജയമാണ്. നല്ല രീതിയിൽ പ്രോസിക്യൂട്ടർക്കും അവരുടെ കൂടെ അഡ്വക്കേറ്റ് എസ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ, നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി ഒക്കെ വളരെ നന്നായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു. അവർ നന്നായി പ്രിപ്പയർ ചെയ്തു. തെളിവുകൾ കോടതിക്ക് മുന്നിൽ വെക്കാനും ആ തെളിവുകൾ കോടതിയുടെ വിശ്വാസ്യത നേടുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനും ഒക്കെ സാധിച്ചു എന്നതുകൂടിയാണ് ഈ കേസിൻ്റെ വിജയം. നേരത്തെ ശിക്ഷിച്ച 11 പേരിൽ അവരുടെ ശിക്ഷ ശരിവെക്കുകയും അതോടൊപ്പം പുതുതായി 2 പേരെ കൂടി ആഡ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ഈ കേസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. കാരണം ഈ 2 പേർ നേരത്തെ കേസിൽ വരേണ്ടവരായിരുന്നു, പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ തെളിവിടെ അപര്യാപ്തത പറഞ്ഞ് വിചാരണ കോടതി അവരെ വെറുതെ വിട്ടതാണ്. ഏറ്റവും പ്രധാനമായ കൂട്ടത്തിൽ പി മോഹൻ മാസ്റ്ററാണ്. പി മോഹൻ മാസ്റ്ററെ കൂടി പ്രതി ചേർക്കണമെന്നുള്ളതായിരുന്നല്ലോ രമയുടെ ആവശ്യങ്ങളിലൊന്ന്. പി മോഹനെ വെറുതെ വിട്ടതിലൂടെ CPM-ന് നിരപരാധിത്വം തെളിഞ്ഞു എന്നാണ് CPM-ന്റെ വാദം. അതിനുള്ള പ്രതികരണം എന്താണ് രമ? അപ്പോൾ കുഞ്ഞനന്ദൻ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ CPM അല്ലേ? KK കൃഷ്ണൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന KK കൃഷ്ണൻ CPM അല്ലേ? ജ്യോതിബാബു CPM അല്ലേ? രാമചന്ദ്രൻ CPM അല്ലേ? ട്രൗസർ മനോജ് CPM അല്ലേ? പങ്ക് എങ്ങനെയാണ് ഇല്ല എന്നുള്ളത് ഇവർ കേസ് നടക്കുന്നതുവരെ CPM-ന് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ് 2 ജില്ലയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഈ കേസിന് നേതൃത്വം കൊടുക്കുക? അവരുടെ ഗൂഢാലോചന ഈ കേസിലുണ്ടാവുക. അവർ ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് ഇതിന് ജില്ലാ കമ്മിറ്റി ആയാലും സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും സ്റ്റേറ്റ് നേതൃത്വത്തിനും ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റും കൂടി വളരെ വ്യക്തമായിട്ട് പുറത്തു വരികയാണ്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനം. നിങ്ങൾ 2 ഏരിയ കമ്മിറ്റി, 2 ജില്ലയിലെ ആളുകൾ ഒരു കേസിന് ആസൂത്രണം ചെയ്യാൻ CPM-ൻ്റെ സംഘടനാ സംവിധാനം, ഞങ്ങളിത് പലപ്പോഴും പറയുന്നത്, CPM-ൻ്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആളുകൾക്ക് ആ ആളുകളെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല. ആളുകൾക്കറിയാം, ഇവിടുത്തെ ജനത്തിനറിയാം, ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന് ഇനിയും പൊട്ടൻ പറഞ്ഞ് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ്യമാവാൻ നിൽക്കുന്നതിൽ നല്ലത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് തുറന്നു പറയുകയാണ് ഇനി CPM നേതൃത്വം ചെയ്യേണ്ടത്. എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? എന്തായിരുന്നു ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ്? തുറന്നു പറയാൻ പൊതുസമൂഹത്തിനോട് പറയാൻ തയ്യാറാവുകയാണ് CPM തയ്യാറാവേണ്ടത് ഈ അവസരത്തിൽ.